ഹലോ, ഇന്ന് നമ്മൾ ചിമ്മിനിയിലേക്ക് ഒരു കുട്ടി യാത്ര പോവുകയാണേ. പെട്ടെന്ന് പ്രിപ്പയർ ആയൊരു പ്ലാനാണ്. ചിമ്മിനി സാങ്ച്വറിക്കുള്ള ഈ റൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു 10 മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഒരു 11 മണിയോട് കൂടി നമ്മൾ ചിമ്മിനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ടൂറിസ്റ്റ് ഫോറസ്റ്റ് വിസിറ്റിംഗ് പ്ലേസാണ് ചിമ്മിനി എന്ന് പറയുന്നത്. നമ്മൾ ചിമ്മിനി സാങ്ച്വറി വൈൽഡ് ലൈഫിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് നമ്മൾ 40 രൂപയ്ക്ക് അഡൾട്ടിന് മാത്രം ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഫസ്റ്റ് ടൈമാണ് ചിമ്മിനിയിലേക്ക് വരുന്നത്. ടിക്കറ്റ് എടുത്തായിട്ട് വന്നതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് ഉള്ളിലേക്ക് പോയി. ഇഷും ത്രയും ആനേനെ കാണാമെന്നൊക്കെ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആനേനെ ഒന്നും കണ്ടില്ല കേട്ടോ. സൈൻ ബോർഡൊക്കെ നോക്കി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു. അവിടെ 2 പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റത്തെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു. അത്യാവശ്യം അധികം സ്പേസ് ഉണ്ടായിരുന്നു. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾ ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് കുറച്ച് നടന്നു. സത്യത്തിൽ അവിടെ ക്ലോസ്ഡ് അല്ലായിരുന്നു. ഞങ്ങൾ റൗണ്ട് ചുറ്റി വന്നപ്പോഴാണ് അവിടെ ക്ലോസ്ഡ് അല്ലായിരുന്നു എന്ന് മനസ്സിലായത്. അഞ്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്കുള്ള കണ്ടൻറ്റൊക്കെ എടുത്ത് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ അതേ തല്ലുകൂടി അങ്ങോട്ട് നടക്കണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏട്ടൻ പോയി വണ്ടി എടുക്കാൻ പോയി രണ്ടാമത്. എന്നിട്ട് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്. അതും സൈൻ ബോർഡ് ഉള്ള കാരണം പതുക്കേനെ നമ്മൾ നോക്കിയാണ് പോയത്. രണ്ടാമത്തെ ഒരു പ്ലേസിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ത്രേയുവിന് വേണ്ടിയിട്ട് ഈശോ ആദ്യം അടി കൂടാണ്. ഞാൻ ട്രെയിന് പിടിക്കാം, നീ ട്രെയിന് പിടിക്കേ. ഞങ്ങൾ പോയത് സൺഡേ അല്ലായിരുന്നു. അത് കാരണം തന്നെ തിരക്കൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ടൈമിൽ അധികം ആരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ റൂട്ടിലൊന്നും ഒട്ടും ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെയും ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ കുറച്ച് പേരെ ഞങ്ങൾ കണ്ടത്. നമ്മൾ കുറച്ച് നടന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വലിയ വലിയ മരങ്ങളും നല്ല നേച്ചർ ബ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇഷ എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ ഊഞ്ഞാലിൽ ആദ്യം രണ്ടാളെയും ഇരുത്ത് ആട്ടുണ്ടായിരുന്നു. ഊഞ്ഞാലാട്ടത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ റൂട്ടൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് നടന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയി. കറക്റ്റ് ഡാമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് നടക്കാനായിട്ട്. ഞങ്ങൾ ചെന്ന ടൈമിൽ വെള്ളം കുറവായിരുന്നെങ്കിലും അവിടെ കുട്ടവഞ്ചിയുടെ റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി കുട്ടവഞ്ചിയിൽ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുട്ടവഞ്ചിയിലൊന്നും കയറിയില്ല. കുട്ടികളൊക്കെ ഉള്ളതാണ് കാരണം ഒത്തിരി പേടിയുണ്ടായിരുന്നു കുട്ടവഞ്ചിയിൽ കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ അതിൽ നടന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ ക്ലോസ്ഡ് ആണെന്ന് വിചാരിച്ച ഭാഗത്തോട് കൂടിയിട്ട് ഡാമിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ ഒരുപാട് 2-3-5 ഊഞ്ഞാലുകളുണ്ടായിരുന്നു. ഇവിടെയാണ് ഞങ്ങൾ കുറച്ച് ആൾക്കാരെ കണ്ടത് കേട്ടോ. ഞങ്ങൾ മാത്രമുള്ളൂ എന്ന് വിചാരിച്ചത് ഞങ്ങൾ ആദ്യം. ഇവിടുത്തെ ചേട്ടനും മോനും ഊഞ്ഞാലാടുന്നുണ്ട്. ഇവിടുത്തെ ഊഞ്ഞാലിനൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ ഉറപ്പുണ്ട്. കയറുവാണെങ്കിലും അതെ, നമ്മളിരിക്കാനുള്ള സ്പേസും അതെ, അത്യാവശ്യം നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഊഞ്ഞാലിരിക്കാം. നല്ല സീനറിയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ വെള്ളം കുറവായിരുന്നു. ഞങ്ങൾ ഉണ്ണിയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് സെൽഫ് ലവ് വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. എപ്പോഴും അവരുടെ കാര്യം മാത്രം ഇതൊക്കെ നടന്നാൽ മതിയോ? നമ്മളും കുറച്ച് എൻജോയ് ചെയ്യണ്ടേ? നമ്മൾ അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്സൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നമ്മളും കുറച്ചൊക്കെ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ നോക്കണം. എനിക്കിതിലിരിക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇത് പൊട്ടി വീഴുമോ എൻ്റെ വെയിറ്റ് കാരണം എന്നുള്ളത്. എന്നാലും അഞ്ചോട് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം, നീ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും അവർ ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഷോപ്പുണ്ട് ഐസ്ക്രീമിൻ്റെ. അവിടെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വാനിലയും കുൽഫി മാത്രം ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 കുൽഫി മേടിച്ചു. ഉണ്ണിയോളതെ അവർ നേരത്തെ തന്നെ ഏട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് കുൽഫി. ഞങ്ങളുടെ സെൽഫി സെക്ഷന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഐസ്ക്രീം കഴിച്ചു. അതിന് ശേഷം ഔഷധോദ്യാന നക്ഷത്രവനം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു. ഒരുപാട് ടൈമുണ്ടായിരുന്നു നടന്നിട്ടും ഊഞ്ഞാലാടിയിട്ടൊക്കെ. അവിടെ ചിൽഡ്രൻസിന് വേണ്ടി ഒരു പാർക്ക്, ഗാർഡൻ അതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് വേലിപ്പാട് എത്തണേക്കാൾ മുമ്പായിട്ട് നൂറാസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി നമ്മളവിടെ നിന്ന് ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് ബിരിയാണിയും
നമ്മൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. കുഴിമന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്തതന്നെ. ആദ്യം പറഞ്ഞിട്ടാണ് കുഴിമന്തി ഓർഡർ ചെയ്തത്. അവസാനം എല്ലാവർക്കും കുഴിമന്തി മതിയായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ എൻ്റെ മാമൻ്റെ വീട് അവിടെ അടുത്തുണ്ടായിരുന്നു, വരന്തരപ്പള്ളിയിൽ മനക്കല കടയിൽ. ഞങ്ങൾ അവിടെ അവിടുത്തെ പറമ്പിൽ നിന്ന് കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചു. ആദ്യമൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ പച്ചയായിരുന്നു കേട്ടോ. കുറച്ചാണ് ഞങ്ങൾക്ക് പഴുത്തത് കിട്ടിയുള്ളൂ. ഞാനത് പൊട്ടിക്കുമ്പോൾ ആദ്യം അത് ക്യാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അടുത്ത് തന്നെ ഒരു കടവുണ്ട്. അമ്മായിയും ധ്രുവും പിന്നെ ഉണ്ണികളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ആ കടവിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി, വെറുതെ ജസ്റ്റ് ഒന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ തിരിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്നത്തെ കുട്ടി വ്ളോഗ് കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ, സീ യു.